ഒരു വീഡിയോ കാണാനിടയായി. എനിക്ക് കുറെ കൗതുകം തോന്നിയ ഒരു വിഷയമാണ്. നിരന്തരമായി ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്ന കുറെ അധികം വേദികൾ. ഇതിനു മുമ്പ് ഒരു അഡ്വക്കേറ്റ് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. പുള്ളിക്കാരത്തി സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ത്രീവിരുദ്ധത പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് അത്ര യോജിപ്പൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരത്തി പറഞ്ഞ വളരെ വലിയ കാര്യമാണ് കേട്ടോ. ഈ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നാൻ, ആണുങ്ങൾക്ക് പൊതുവെ അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് പെൺകുട്ടികളുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ മുഴപ്പിച്ച് കാണിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നും ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹണി റോസ് ഇത് ചെയ്യുന്നതെന്നുമാണ് പുള്ളിക്കാരത്തിയുടെ കണ്ടുപിടുത്തം. എനിക്കും ഇതൊരു ഡൗട്ടായിട്ട് തോന്നിയിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാനും ഓർത്തു. ആദ്യ കാലങ്ങളിൽ ഇവര് ഒന്നും മൂന്നിലും കണ്ട് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണുമ്പോഴാണ് കൃത്യമായും ഈ സാധനം ഇവർ ഒപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ചിലതിൽ കുറച്ചധികം എക്സാഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ ഈ മലയാളികളുടെ ദാരിദ്ര്യം അവരങ്ങോട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതിൽ കുറച്ച് സന്തോഷമില്ലാതില്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ അത് സ്വയം കളിയാക്കുന്നതായിട്ട് മലയാളികൾക്ക് തോന്നാത്തത് കഷ്ടം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇത് കാണുമ്പോഴാണ് ഈ സംഗീത ലക്ഷ്മണ പറഞ്ഞ ഒരു വിഷയം വരുന്നത്. സത്യത്തിൽ ഇവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തെടുക്കുന്നതിന്റെ റീസൺ എന്താണ് മനസ്സിലാകുന്നില്ല കേട്ടോ. സംഗീത ലക്ഷ്മണ പറഞ്ഞത് ഒരു വലിയ സത്യമുണ്ട്. കാരണം ഈ സ്ത്രീ വരുമ്പോൾ, അതായത് ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് വരുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ തഴച്ചു മുഴച്ചിരിക്കുന്ന ഈ സാധനമല്ലേ കാണുകയുണ്ടാവുള്ളൂ. അവരുടെ പ്രോഡക്റ്റിന് എന്ത് വാല്യൂ ഉണ്ടാവുക? അതൊരു ചോദ്യമല്ലേ. അതിന് അവരെല്ലാവരോടും ആക്രമിക്കുന്നതാണ് കണ്ടത്. വാസ്തവത്തിൽ അവരാണോ ആക്രമണം നേരിടേണ്ടത്? ഈ ഒരു വിഷയത്തിൽ ഹണി റോസ് കൃത്യമായി ബിസിനസ് സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊരു ഞാൻ തമ്മനയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും, ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഇള്ള സാധനത്തിന് കുറച്ച് എക്സ്ട്രീം ലെവൽ ഇതിങ്ങനെ ആക്കി വെക്കുക. ആദ്യം ഞാൻ വിചാരിച്ചു ഇവരെന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കി എടുത്തതാണെന്ന്. അല്ല, ഇത് കാണുമ്പോഴെന്താ പ്രശ്നം എന്നുള്ളത് എനിക്കിരിക്കും. ഇത് കാണാനും വേണ്ടി ഇവന്മാർ കിടന്ന് തള്ളിപ്പിടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഈ ഹലോ ഹായ് പറയാൻ ഓടുന്ന ഇവന്മാർക്കൊന്നും വീട്ടിലാരും ഇല്ലേ? പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഇവന്മാർ പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല? അതോ ഇമാതിരി സാധനമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണോ? ഇത് കാണുമ്പോ ഒന്നും പറയാനില്ല. എന്തായാലും വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച മനസ്സമാര് തന്നെ കേട്ടോ. ഈ അമ്മാതിരി ഓട്ടം. ഇത് എന്തോത്തിനാ ഓടുന്നേ? അലിവേ വല്ലതും വെച്ചിരിക്കുന്നുണ്ടോ? ഇതിങ്ങനെ വാങ്ങിച്ചെടുക്കാനെ കൊണ്ട് എന്തൊരു ഓട്ടമാ ഓടുന്നത്. ഏതായാലും കൊണ്ടു നടക്കുന്നവർക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റിനെയോ നിങ്ങളുടെ സ്ഥാപനത്തിനെയോ അവർ ഓർക്കാൻ പോകുന്നില്ല. അതിനെയാണ് നിങ്ങൾ ആളെ കൊണ്ടുവരുന്നതെങ്കിൽ സത്യത്തിൽ നിങ്ങൾ അത് അത്യാവശ്യം ബോധമുള്ള ഒരാളെ കൊണ്ടുവന്നത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്രൗഡ് കൂടാനായിരിക്കും, അതായിരിക്കാം ഇവരുടെ ഒരു ഉള്ളിലുള്ള ഇതൊന്നും തോന്നുന്നു. അതേ നടക്കുള്ളൂ. അല്ലാതെ ഈ ഹണി റോസിനെ കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താ അവൾ ലക്കി എന്നാണോ? എത്രയുണ്ട്. എന്തായാലും പുള്ളിക്കാരത്തേക്ക് സിനിമയൊന്നുമില്ലാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുകയാണ്. അപ്പൊ വിചാരിച്ച അടുത്ത ഐഡിയ ആണ് ഇതുപോലെ നിതംബം ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്ട്രാ ലാർജ് ഒക്കെ കാണിച്ചിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ പുറത്തെപ്പോഴും കിടക്കും.
സ്വയം ഇകഴ്ത്തപ്പെടുകയാണെന്നുള്ളത് ആ പെണ്ണിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇവന്മാരുടെ അല്പ സോക്കേടിന് അവള് കണ്ടുപിടിച്ചൊരു മാർഗം. അപ്പൊ ഇതിനെയൊക്കെ ചെവിയും വായും തൊടാതെ വലതുമൊക്കെ പറയാൻ പറ്റും. നമ്മളെന്നീ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഞാൻ അടുത്ത കേസ് കൊണ്ടുവരണ്ട. ഏതായാലും വൃത്തികെട്ട സത്വത്തിനെ കാണുന്ന തന്നെ എനിക്ക് കലിപ്പാണ്. ഭയങ്കര സുന്ദരിയാ, അതിസുന്ദരിയാ, എന്തൊരു ഭംഗിയാ അതിനെ കാണാൻ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ രീതിയിൽ ശരിക്കും സ്ത്രീവർഗത്തിനെ മുഴുക്ക അങ്ങോട്ട് അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഇളകുന്ന ഇവറ്റകള് ആൺവർഗത്തിനെ രണ്ടിടത്തും അപമാനമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിച്ചുമ്മയും പറയണമെന്ന് പറയല്ലേ, ഇത് കണ്ടിട്ട് കലിപ്പ് കാണാനിട്ടാണ്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, ഇവന്മാർക്ക് ഇത് എന്തെന്ന് കണ്ടിട്ടാണ് ഈ പിറകെ കിടന്ന് കുത്തിപ്പിടിച്ച് ഓടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മാത്രം എന്താ അതിനകത്ത് ഉള്ളത്? അല്ല, ഇത് കണ്ടാ എന്ത് തോന്നുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് സംശയം കൂടി ചോദിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാക്കി പറയുന്ന നിതംബം കാണുമ്പോൾ സംതിങ് സംബെയർ വെരി സ്റ്റിക്കി ബിസി, അത്രേ നീ മനസ്സിലായിട്ടുള്ളൂ. ഹണി റോസിനെ നിരന്തരമായി ഈ ഉദ്ഘാടന രംഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ക്രൗഡ് പുള്ളിങ്ങിനാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവരിങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു ക്രൈമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇത് വെച്ചിട്ടാണെന്ന് സത്യമായിട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസം ഇവളെ സ്റ്റേജിലിട്ട് ഉരിച്ചു കാണിക്കാൻ പറയണം. ദൈവമേ, ഇനി ഞാൻ ഉരിച്ചു കാണിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നേരത്തെ കയറും. അല്ല, ഇതൊന്ന് കാണണമെന്നൊരു ആഗ്രഹം കേട്ടാ. സത്യത്തിൽ ഇത്രയും ഉണ്ടോ? സത്യത്തിൽ ഇത് വെച്ചുകെട്ടാണോ? സംഗീത ലക്ഷ്മണ പറഞ്ഞത് ശരിയാണോ? അതൊരു ചോദ്യമാണ്. ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. വെച്ചുകെട്ടാണോ അതോ റിയലാണോ? രണ്ടായാലും കണക്ക് തന്നെ. ഇങ്ങനെ കുറച്ച് അധികം പേരുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത്. ചിലര് പണ്ട് കാലഘട്ടങ്ങളിൽ എങ്ങനെ ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം വരെ കുട്ടീനെ പുറത്ത് കാണിക്കില്ല, ആരെയും കാണിക്കത്തില്ല. 3 മാസം വരെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഇപ്പൊ ജനിച്ച കുട്ടീനെ വരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നു. പറ്റുമെങ്കിൽ പ്രസവം ഈ വജൈനയ്ക്ക് അകത്തേക്ക് ക്യാമറ കയറ്റി വെച്ചിട്ട് പ്രസവം എടുക്കുന്ന ഒരു രീതി ഇപ്പൊ ഉണ്ട്. അതൊക്കെയാണ് ബഷീർ പശുവൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് മണിയാണ് മാറ്റർ, ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പെങ്കുച്ച് അത് തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവറ്റുകൾക്ക് ബോധം എവിടെ? അപ്പൊ ഇങ്ങനെ പിറകെ ഓടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഷെയിമായിട്ട് തോന്നില്ല. ഒരു സ്ത്രീയുടെ നിതംബം കണ്ടിട്ട് അവളെ പുറകെ കിടന്നങ്ങ് ഒലിപ്പിച്ചുകൊണ്ട് ഓടുകയാണ്. സത്യത്തില് ഐശ്വര്യ റായിയെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യ റായി നത്തിങ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് സണി റോസ്. അമ്മാതിരി സ്ട്രക്ചറാണ്. എന്താ ഭംഗി! ഞാൻ തന്നെ വിവരിക്കുന്ന രീതിയിലാണ് അവരുടെ ഭംഗിയെങ്കിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതൊന്നും തർക്കമില്ല. പക്ഷെ ഇത് നെറ്റിലൊക്കെ വരുന്നതല്ലേ കുട്ടികളെ. ഇങ്ങനെ കിടന്ന ആക്രമണങ്ങൾ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആണുങ്ങളാണെന്ന് ഞാൻ പറയും. ഇതിനും മാത്രം എന്നാ പിണ്ണാക്കിനാ ഇതിന്റെ പുറകെ ഇങ്ങനെ വെച്ച് തള്ളിപ്പിടിച്ച് ഓടുന്നു. ഇനി വേറൊരെണ്ണുണ്ട്, അഞ്ജന നായർ. അയ്യോ, എന്തെല്ലാം കുത്തിയോട്ടും ബേളോട് ആ കൊച്ചു കിടന്ന് കാണിക്കുന്നത്. ഇപ്പൊ റീസെന്റ്ലി അതിന്റെ ആ കുൽസിതം വർദ്ധിച്ചിട്ട് ആ തന്തിയാനെയും കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ഡാൻസാണ്. എന്താണ് ആ കുട്ടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്? കാര്യം ഇവന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തിനുള്ള നല്ല തിരിച്ചടിയാണ് ആ കുട്ടി കൊടുക്കുന്നത്. അതിനനുസരിച്ച് അതിന് പേയ്മെന്റും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ തന്തിയാനെ കൊണ്ടുവന്ന് ഈ കോമാളി കൂത്ത് കാണിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവും. അത് അങ്ങനെ കുറെ ജന്മങ്ങൾ. ഏതായാലും കൊള്ളാം. ഇത് എല്ലാം മണി ഈസ് ദ മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ട്. ഏതായാലും കണ്ടിട്ടിരിക്കുമ്പോൾ ഒരു കുശുമ്പോ ഒരു ഇതോ ഈ സാധനം എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതും കൂടെ അറിഞ്ഞെങ്കിൽ നമുക്കും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് ലവാളവാന്ന് രണ്ട് നടക്കാന്നേ ഒരാഗ്രഹം. അല്ല, ഇതിന് നല്ല ഭാരമൊക്കെ ഉണ്ടാവില്ലേ? ഇതും കെട്ടിപ്പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് അവസാനം ആരെങ്കിലും ഈ ഉന്തും തള്ളിയിലൊക്കെ പെട്ടി ഇതങ്ങാണ് ഉരിഞ്ഞു പോണെന്നൊരു ആ സീനൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഹണി റോസ് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴെന്ത് കെട്ടി വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് സ്റ്റിക്ക് വിട്ട് ഇതാ കിടക്കുന്നു. ആ രംഗം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ്. ചിന്തിച്ചോ? അവിടെ ഇരുന്ന് ചിന്തിച്ചോ? ഞാനിത് പറഞ്ഞേ ഉള്ളൂ. നീ ഇതിന് വേണ്ടിയിട്ട് എന്നെ പൊങ്കാലയിടാൻ വരണ്ട. വെച്ച് കെട്ടിക്കൊണ്ടു കിടക്കുന്ന സാധനവും കണ്ടിട്ട് ഇങ്ങനെ നാക്ക് തൊങ്ങിയിട്ട് ഓടാൻ നാണമില്ലേ കുരങ്ങന്മാരെ നിനക്കൊക്കെ? ഇത് ഈ ദാരിദ്ര്യം പിടിച്ച് അവളെ പുറകെ കിടന്ന് ഓടിയ എല്ലാ കുരങ്ങന്മാർക്കും ഡെഡിക്കേറ്റഡ്. താങ്ക് യു.